വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസമാണിത്. കണ്ണും കാതും കൂർപ്പിച്ചു വെച്ച ആർക്കും കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ജന്മദിനാഘോഷത്തിന്റെ ആരവങ്ങൾ. മണ്ണും വിണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കരിതമാണ്. ഗഗനനീലിമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമഴ പൊഴിക്കുന്നത് കാണുന്നില്ലേ? എന്താണ് ഇതിന് കാരണം? മറ്റൊന്നുമല്ല, ഈ ലോക സൃഷ്ടിപ്പിന്റെ കാരണക്കാരനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ആഹ്ലാദം തന്നെ. ഈ സുദിനത്തിൽ നബിയുടെ മധുഹുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരം എനിക്ക് കനിഞ്ഞേകിയ സർവശക്തനായ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? മധ്യത്തിലും മദ്രാശയിലും ജീവിതം ഹോമിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ സംസ്കാര സമ്പന്നരാക്കിയ നായകൻ, കുഴിച്ചുമൂടപ്പെട്ടിരുന്ന പെൺകുഞ്ഞുങ്ങളുടെ വിമോചകൻ, അധിഷ്ഠിതരെയും അടിച്ചമർത്തപ്പെട്ടവരെയും കൈപിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന വിശ്വവിമോചകൻ, പരിശുദ്ധ ഖുർആനിന്റെ സുന്ദര സന്ദേശവുമായി മാനവ സമൂഹത്തിലേക്ക് ആഗതനായി ലോകത്ത് പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കിയ പടനായകൻ, അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭുജിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന പ്രവാചകൻ നമ്മോട് പറയുമ്പോൾ ആ പ്രവാചകനെ നാം സ്നേഹിക്കണം. അതുകൊണ്ട് തന്നെയാണ് പല തത്വചിന്തകന്മാരും സാഹിത്യകാരന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും നബിയെ അവരുടെ നാവിൻ തുമ്പിലൂടെയും തൂലികത്തുമ്പിലൂടെയും പ്രകീർത്തിച്ചത്. പ്രശസ്തനായ സാഹിത്യകാരൻ മൈക്കിൾ എച്ച് ഹാർട്ട് ലോകത്തെ സ്വാധീനിച്ച 100 ഇതിഹാസ വ്യക്തിത്വങ്ങളെ കുറിച്ച് The 100 Ranking of the Most Influential Persons in History എന്ന പുസ്തകം എഴുതിയപ്പോൾ അതിലൊന്നാം സ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. എന്തുകൊണ്ട് മുഹമ്മദ് നബിക്ക് ഒന്നാം സ്ഥാനം നൽകിയെന്ന് പലരും ചോദിച്ചേക്കാം. അതിന് അദ്ദേഹം നൽകിയ മറുപടി, he was the only man in history who was supremely successful on both the religious and secular level. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഇരുധ്രുവങ്ങളിലും ജീവിതത്തിൽ ഒരുപോലെ വിജയിച്ച ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്രപുത്രനോ, കരുണാവാൻ നബി മണിമുത്തുരത്നമോ എന്ന് പറഞ്ഞ കേരള നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവും യഥാർത്ഥ സോഷ്യലിസത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞ ഫിഡൽ കാസ്ട്രോയും I like Muhammad's ability. Muhammad was not only a prophet but also a scientist and sociality. ഞാൻ മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു ശാസ്ത്രജ്ഞനും ഒരു സാമൂഹിക പരിഷ്കർത്താവുമാകുന്നു എന്ന് പറഞ്ഞ ഡോക്ടർ ബെർനാർഡ് ഷായും ലോകത്തോട് വിളിച്ചു പറയുന്നത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ആ പുണ്യ പ്രവാചകനെ പറ്റിയുള്ള വീക്ഷണങ്ങളാണ്. ലോകത്ത് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ലോകത്തിനാകമാനം അനുഗ്രഹമായി വന്ന ആ പുണ്യ നബിയെ നാം സ്നേഹിക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും എന്നിൽ പ്രിയം വയ്ക്കുന്നതുവരെ നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന പരിശുദ്ധ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിരുകൾക്കും അളവുകൾക്കും അപ്പുറം ആ പ്രവാചകനെ സ്നേഹിക്കുവാനും ആ പ്രവാചകന്റെ പാത പിൻപറ്റുവാനും നമുക്ക് സാധിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ സമയക്രമം ഒന്ന് പഠിച്ചാൽ ഓരോ സെക്കൻഡിലും ഈ പ്രപഞ്ചത്തിലുടനീളം വാഴ്ത്തപ്പെടുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് പുണ്യ പ്രവാചകന്റെ നാമമല്ലെങ്കിൽ മറ്റെന്താണ്? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബാങ്കിലൂടെ കാമത്തിലൂടെ മുഴങ്ങി കേൾക്കുന്നത് ആ പുണ്യ പ്രവാചകന്റെ നാമമല്ലയോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന നാമവും ആ പുണ്യ പ്രവാചകന്റെ ഇത് തന്നെയാണ്. ആ പുണ്യ നബിയെ നാം സ്നേഹിക്കുകയും അനുധാവനം ചെയ്യുകയും വേണം. ഇത്രയും പറഞ്ഞ
പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി